രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്, കീറ്റോൺ ഈ നാലിനും എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. രണ്ട് കാർബണുകളുടെ ചെയിനുകൾക്കിടയിൽ ഇപ്പോൾ CH3, CH2, CH2 എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് ഹൈഡ്രോ കാർബൺ ചെയിനുകൾക്കിടയിൽ എന്ത് വരുന്നു? ഓക്സിജൻ എന്നൊരാൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് എങ്ങനെ എഴുതിയേക്കുന്നത്? ROR-. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ R കാർബണിൻ്റെ ചെയിനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി രണ്ട് സൈഡിലും, അതായത് ഒരു O ഉണ്ടാവും, ഓയുടെ രണ്ട് സൈഡിലായിട്ടും എന്തുണ്ടാവും? കാർബണിൻ്റെ ചെയിൻ ഉണ്ടാവും അല്ലേ. ആ ചെയിൻസ് ചിലപ്പോൾ സെയിം ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ സെയിം ആണെങ്കിൽ എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും എന്ത് തന്നെ കൊടുക്കാം? R എന്ന് തന്നെ കൊടുക്കാം. പക്ഷെ ഡിഫറെൻ്റ് ആണെങ്കിലോ? അതുകൊണ്ടാണ് ഒരാൾ എന്താണെന്ന് വിളിച്ചത്? R-. ായിട്ട് ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അതാ വന്നു ഓക്സിജൻ, ഓക്സി. ഇനി ഓക്സിജൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് ആരിരിപ്പുണ്ട്? രണ്ട് കാർബണിൻ്റെ ചെയിൻ ഇരിപ്പുണ്ട്. ദാ ഓക്സിയുടെ കൂടെ എന്തിരിപ്പുണ്ട്? ആൽക്ക്. ആൽക്ക് എന്ന് വെച്ചാൽ കാർബണിൻ്റെ ചെയിൻ. അപ്പോൾ കാർബണിൻ്റെ ചെയിനിൻ്റെ കൂടെ ഓക്സിജൻ കൂടെ വരുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കോക്സി. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് ആൽക്കോക്സി. എന്നാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടായിട്ട് മാറുമ്പോൾ ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ഈത്തർ. അപ്പം ROR- എന്ന കോമ്പൗണ്ടിൻ്റെ പേര് ഈത്തർ. അപ്പോൾ കുറച്ച് ഈതറുകളുടെ പിക്ചറാണ് ഇത് ഇവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ, നമ്മൾ പറഞ്ഞതുപോലെ എന്തുണ്ട്? ദാ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ ഈ സൈഡിലും കാർബണിൻ്റെ ചെയിൻ ഉണ്ട്, ഓക്സിജൻ്റെ ഈ സൈഡിലും കാർബണിൻ്റെ ചെയിൻ ഉണ്ട്. നമ്മളിപ്പോൾ ഏത് കോമ്പൗണ്ട് നോക്കിയാലും എന്തുണ്ട്? O എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും കാർബണിൻ്റെ എന്തുണ്ടാകും? ഓരോ ചെയിൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിളാണ്? അത് ഈത്തറിന് എക്സാമ്പിളാണ്. ഈത്തറിന് പേര് കൊടുക്കുന്നത് വളരെ എളുപ്പമാണ്. അതായത് ഇതിലെല്ലാം എന്തുണ്ടാകും? ഓക്സി എന്ന് പറയുന്ന ഒരാളുണ്ടാകും അല്ലെ, ഓക്സിജൻ ഉണ്ടാകും. അപ്പോൾ ഈ ഓക്സിജൻ കാരണം ഇവിടെ എത്ര കാർബണിൻ്റെ ചെയിൻ വരുന്നുണ്ട്? ദാ ഈ സൈഡിലോട്ടും കാർബണിൻ്റെ ഒരു ചെയിൻ വരുന്നുണ്ട്, ഈ സൈഡിലോട്ടും ഒരു ചെയിൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ രണ്ട് സൈഡിലും എവിടെയാണ് കാർബണിൻ്റെ എണ്ണം ഏറ്റവും ചെറുത്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടല്ലേ പഠിക്കുന്നേ? നമ്മൾ 10 ആദ്യം പഠിക്കുന്നേ, അല്ലെങ്കിൽ 9 ആദ്യം പഠിക്കുന്നത്? അല്ല, 1 പഠിച്ച് അതിനുശേഷം 2 അതിനുശേഷം 3 പഠിക്കും. അതേപോലെ ഓക്സിജൻ്റെ ഈ സൈഡിലും കാർബണിൻ്റെ ചെയിൻ ഉണ്ട്, അതുപോലെ ഓക്സിജൻ്റെ ഈ സൈഡിലും എന്തുണ്ട്? കാർബണിൻ്റെ ചെയിൻ ഉണ്ട്. അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ രണ്ട് സൈഡിലും എവിടെയാണ് കാർബണിൻ്റെ എണ്ണം ഏറ്റവും കുറവെന്ന് നോക്കുക. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ അതൊന്നും നമ്മൾ നോക്കണ്ട. ഈ രണ്ട് സൈഡിലും എവിടെയാണ് കാർബണിൻ്റെ എണ്ണം കുറവെന്ന് നോക്കുക, അതാദ്യം എഴുതുക. അതിപ്പോൾ ചിലപ്പോൾ ഈ സൈഡിലായിരിക്കാം, ചിലപ്പോൾ ഈ സൈഡിലായിരിക്കാം. എത്ര കാർബണാണോ അതിൻ്റെ എന്തെഴുതും? അതിൻ്റെ വേർഡ് റൂട്ട് എഴുതും. ഓക്കെ, ദെൻ അപ്പോൾ അത് ഈ സൈഡാണെന്ന് ഇമാജിൻ ചെയ്തോ. ഈ സൈഡിൽ നമ്മൾ നോക്കിയില്ലേ? അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങോട്ട് വരുമ്പോൾ നെക്സ്റ്റ് ആരെ കാണും? വരുന്ന വഴിയിൽ ഓക്സിജനെ കാണും. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഏത് വാക്ക് ചേർക്കും? ഓക്സി എന്ന വാക്ക് ചേർക്കും. എന്നിട്ട് ഇനി എഴുതാനുള്ള സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ചുകൂടി വലിയ കാർബണിൻ്റെ എണ്ണം കാണും. അതിനും എന്ത് കാണും? ഒരു വേർഡ് റൂട്ട് കാണും, അതും എഴുതും. ഓക്കെ, ദെൻ ഇവയ്ക്കിടയിലെല്ലാം എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. അപ്പോൾ ഏത് വാക്ക് കൂട്ടിച്ചേർക്കും? ANE എന്ന വാക്ക് കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി? നമ്മുടെ ഈത്തറിൻ്റെ IUPAC നെയിമായി. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കോമ്പൗണ്ടിന് പേര് കൊടുത്താലോ? ഒന്നാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ കണ്ടോ? എന്തിരിപ്പുണ്ട്? O ഇരിപ്പുണ്ട് അല്ലെ. O എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ദെൻ Oയുടെ ഈ സൈഡിലും കാർബണിൻ്റെ ചെയിൻ ഉണ്ട്, Oയുടെ ഈ സൈഡിലും കാർബണിൻ്റെ ചെയിൻ ഉണ്ട്, എയ്തർ സൈഡിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, രണ്ട് സൈഡിലും എവിടെയാണ് കാർബണിൻ്റെ എണ്ണം ഏറ്റവും കുറവ്? ദാ ഈ സൈഡിലും ഒരു കാർബണേ ഉള്ളൂ, ഈ സൈഡിലും ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ കുറവ് ചോദിച്ചാൽ അപ്പുറവും ഇപ്പുറവും രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ കുറവ് ഏതാണോ അവിടുത്തെ കാർബൺ. ഞാനിപ്പം ഇതാണ് കുറവെന്ന് വിചാരിക്കാം. എങ്കിൽ എത്ര കാർബൺ? ഒരു കാർബൺ. ഒരു കാർബൺ നമ്മൾ എന്തെന്നാ വിളിക്കുന്നേ? മെത്ത് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം അത് എഴുതി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ആരെ കണ്ടു? ഓക്സിജനെ കണ്ടു. ഓക്കെ, ഓക്സിജനെ സ്നേഹത്തോടെ എന്തേന്ന് വിളിക്കും? ഓക്സി എന്ന് വിളിക്കും. എന്നിട്ട് വീണ്ടും പോയപ്പോൾ അടുത്ത ഈ സൈഡിൽ എത്ര കാർബണിനെ കണ്ടു? ഒരു കാർബണിനെ കണ്ടു. അപ്പം വീണ്ടും എന്തെന്ന് തന്നെ എഴുതും? മെത്ത് എന്ന് തന്നെ എഴുതും.
ഓക്കെ. ഇനി എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ എന്ത് കൂടി ചേർത്തു? AN എന്ന് കൂടി ചേർത്തപ്പോൾ മെത്തോക്സി മീഥൈൻ എന്ന പേര് കിട്ടി. അപ്പോൾ എന്താണ് പേര്? മെത്തോക്സി മീഥൈൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി ഇവിടെ എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ എഴുതുമ്പോഴത്തേനും നമ്മൾ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ അത് നോക്കേണ്ട കാര്യമില്ല. എവിടെയാണോ കാർബണിൻ്റെ എണ്ണം കുറവ് വരുന്നത് ആ സൈഡ് വേണം നമ്മൾ ആദ്യം എഴുതാൻ. ആ നമ്പർ വേണം. എപ്പോഴും നമ്മൾ ചെറുതീന്നേ വലുതിലോട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഈതർ അല്ലേ? ഈതർ കോമ്പൗണ്ട് ആണ്. അതിൽ ആരുണ്ട്? ആ നടുക്കായിട്ട് എന്തുണ്ട്? ഓ ഉണ്ട്. ഇനി ഓയുടെ രണ്ട് സൈഡിലും എന്തായിരിക്കുന്നേ? ഈ സൈഡിൽ ചെറിയൊരു ചെയിൻ. എത്ര കാർബണേ ഉള്ളൂ? ഒരു കാർബണേ ഉള്ളൂ. എന്നാൽ ഈ സൈഡിൽ കുറച്ചും കൂടെ വലിയൊരു ചെയിൻ. അതിൽ എത്ര സി ഉണ്ട്? അതിൽ 2 സി ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറുത് വേണോ വലുത് വേണോ ആദ്യം എടുക്കാൻ? ചെറുത് വേണം ആദ്യം എടുക്കാൻ. അയ്യോ അത് ഈ സൈഡിലല്ലേ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നോക്കേണ്ടേ? അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. രണ്ട് സൈഡിൽ എവിടെയാണ് ചെറുത് അത് നോക്കുക. അപ്പോൾ ഈ സൈഡല്ലേ ചെറുത്, ഇവിടെ എത്ര സി എ ഉള്ളൂ? ഒരൊറ്റ കാർബണേ ഉള്ളൂ. ഒരൊറ്റ കാർബൺ വരുമ്പോൾ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഒരൊറ്റ കാർബൺ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്ത്. അപ്പം എന്താ നമ്മൾ കാർബൺ എഴുതി, ഒരു കാർബൺ. കാർബണിന് ശേഷം ഇങ്ങോട്ടല്ലേ ഇനി നോക്കേണ്ടേ? പോകുന്ന വഴിയിൽ ആരെ കണ്ടു? ഓക്സിജനെ കണ്ടു. അപ്പം എന്തെന്ന് വിളിക്കും? ഓക്സി. ഇതങ്ങ് ചേർത്ത് എഴുതിക്കൊള്ളണം. പിന്നെ അടുത്ത് പോയപ്പോൾ കാർബണിൻ്റെ വള്ളി കണ്ടു. അതിലെത്ര കാർബൺ? 1 2. എത്ര കാർബണിനെ കണ്ടു? 2. എത്ത്. പിന്നെ എന്ത് ബോണ്ടായിരുന്നു? സിംഗിൾ ബോണ്ടായപ്പോൾ പേര് ANE, മെത്തോക്സി ഈഥൈൻ. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഇതിൽ എല്ലാവരും തെറ്റിക്കുന്ന എന്താണെന്നറിയോ? ഈ മെത്തോക്സി ഈഥൈൻ എന്ന് എഴുതുന്നതിന് പകരം അവർ ഈ സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ട് എണ്ണി നോക്കും. അതായത് ഇവിടെ 2 കണ്ടില്ലേ, അപ്പോൾ അവരങ്ങ് പേരെന്ത് കൊടുക്കും? പേരങ്ങ് അവർ തന്നെ തീരുമാനിക്കും ഇത് എത്താണ്. അപ്പം പിന്നെ ഓക്സിയാണ്, പിന്നെ വന്നതാണ് മെത്ത്. അപ്പം പേരെന്തെന്ന് പറയും? എത്തോക്സി മീഥേൻ എന്ന് പറയും. എങ്കിൽ പേര് തെറ്റാണ്. എത്തോക്സി മീഥേൻ എന്നൊരു പേര് ഈ കോമ്പൗണ്ടിനില്ല. കാരണം ഈ സൈഡിലാണോ ആ സൈഡിലാണോ? സൈഡ് നമ്മൾ നോക്കണ്ട. നമ്മളെപ്പോഴും എന്ത് വേണം ആദ്യം എഴുതാൻ? ചെറിയ നമ്പർ വേണം ആദ്യം എഴുതാൻ. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഏത് വാക്ക്? ഓക്സി. പിന്നീട് വലിയ നമ്പർ, അതായത് കാർബണിൻ്റെ എണ്ണം കൂടിയത്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ട വാല് ANE. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ നമുക്കിങ്ങനെ 2 സൈഡ് നോക്കുമ്പോൾ ഒരുപോലെ കാണും. കണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ ഓക്സിജൻ്റെ ഇപ്പുറത്തും ഒന്നാണ്, ഓക്സിജൻ്റെ അപ്പുറത്തും ഒന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ ഓക്സിജൻ്റെ ഇപ്പുറത്തും 2 കാർബൺ ഉണ്ട്, അപ്പുറത്തും 2 കാർബൺ ഉണ്ട്. ഇവിടെ ഇപ്പുറത്തും 3 കാർബണാണ്, ഈ സൈഡിൽ 3 കാർബണാണ്. ഇങ്ങനെ 2 സൈഡിലും സെയിം കാർബൺ വരുമ്പോൾ അവിടെ നമ്മൾ ചെറുത് വലുത് നോക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഈ ക്വസ്റ്റ്യനിൽ ഈ സൈഡിൽ എത്ര വരുന്നുണ്ട്? ഒരു കാർബണുള്ള ഒരു ചെയിനും ഇവിടെ 3 കാർബണുള്ള ചെയിനും. നമുക്കിപ്പോൾ ഏത് സൈഡ് എന്നൊന്നുമില്ല. നമുക്ക് എന്താ നോക്കേണ്ടേ? ചെറുതേതാ? ചെറുത് ഇവിടെയല്ലേ? ഇവിടെ എവിടെ ആയാലും ഒരു കാർബൺ. അപ്പം നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഒരു കാർബണുള്ള ചെയിൻ മെത്ത്. അതിനുശേഷം നമ്മൾ ആരെ കാണുന്നു? ഓക്സിജനെ കാണുന്നു. അപ്പം എന്താണ് വാക്ക്? ഓക്സി, മെത്തോക്സി. പിന്നെ എത്ര കാർബൺ? 3 കാർബൺ. 3 കാർബൺ വരുമ്പോൾ പേരെന്താണ്? പ്രൊപ്പ്. PROP, പ്രൊപ്പ്. പിന്നെ അതിൻ്റെ കൂടെ ഏതാ വാക്ക്? ANE. അപ്പം പേരെന്താണ്? മെത്ത് ഓക്സി പ്രൊപ്പെയിൻ. ഒറ്റ പേരായതുകൊണ്ട് എന്ത് ചെയ്യും? ചേർത്ത് ഇങ്ങനെ എഴുതും. പക്ഷെ ചേർത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യും? മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി ചിലർ ഞാൻ ഈ സൈഡിൽ നിന്നേ നോക്കൂ എന്ന് വിചാരിക്കുന്നവരെന്ത് ചെയ്യും? ഇതിൻ്റെ പേര് പ്രപ്പോക്സി മീഥേൻ എന്ന് പറഞ്ഞാൽ പേര് തെറ്റാണ്. അടുത്ത് പഠിക്കേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ കോമ്പൗണ്ട്. ഹാലോ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഹാലോ എന്നാൽ അതാരാണ്? ഹാലജൻ. ഗ്രൂപ്പ് നമ്പർ 17 വരുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ 4 പേരും ചേരുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹാലജൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ 4 പേരും കൂടെ ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹാലജൻസ്. ആ ഹാലജൻസിനെ ചുരുക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ.
അതിൽ തന്നെ ആര് വരുമ്പോൾ ഫ്ലൂറിൻ വരുമ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫ്ലൂറിൻ എന്ന് വിളിക്കില്ല, കുറച്ചുകൂടി സ്നേഹത്തോടെ ഫ്ലൂറോ. അതേസമയം ക്ലോറിൻ ആണ് വരുന്നതെങ്കിൽ അതിനെ സ്നേഹത്തോടെ ക്ലോറോ. ദെൻ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ എന്നും അയഡിൻ ആണെങ്കിൽ അയഡോ എന്നും വിളിക്കും. ഹാലജൻസ് ഒരു കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ചെയിനിൻ്റെ കൂടെ ഒട്ടിയിരുന്നാൽ അത്തരം കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണ്? ഹാലോ കോമ്പൗണ്ടുകളാണ് അല്ലേ. ഒരു ഹാലോ കോമ്പൗണ്ടിന് പേര് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബ്രാഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന്. നമ്മൾ കാർബണിൻ്റെ ചെയിൻ എന്ത് ചെയ്യും? പിടിച്ച് ബോക്സിൻ്റെ അകത്തിട്ട് പൂട്ടി വെക്കും. എന്നിട്ട് ബോക്സിൻ്റെ വെളിയിൽ എന്തെന്ന് നോക്കും അല്ലേ. അപ്പം എന്താ ഈ കോമ്പൗണ്ടിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് നോക്കിയാലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആരുണ്ട്? നമ്മുടെ ഹാലജൻ ഉണ്ട് അല്ലേ. നമ്മുടെ ഹാലജൻ ആരാണ്? ഫ്ലൂറിൻ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്ലൂറിൻ പോയിട്ട് ബാലൻസ് വരുന്ന എല്ലാ പേരെയും നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചങ്ങ് ബോക്സിൻ്റെ അകത്തിട്ടു. ബോക്സിൻ്റെ അകത്തിട്ടപ്പോൾ ഇപ്പം ബോക്സിൻ്റെ വെളിയിൽ ആര് മാത്രമായി? ഫ്ലൂറിൻ മാത്രമായി അല്ലേ. അപ്പം ബോക്സിൻ്റെ വെളിയിൽ നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങളടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഫ്ലൂറിനെ കണ്ടു. ഫ്ലൂറിനെ നമ്മൾ ഫ്ലൂറിൻ എന്നാണോ വിളിക്കണേ? അല്ല, സ്നേഹത്തോടെ എന്തേന്ന് വിളിക്കും? ഫ്ലൂറോ എന്ന് വിളിച്ചു. ഇനി ഫ്ലൂറോനെ അങ്ങോട്ട് മാറ്റി നിർത്തി. നിങ്ങൾ എന്ത് ചെയ്തു? പതിയെ ആ ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് കണ്ടു? ബോക്സിൻ്റെ അകത്ത് എത്ര കാർബണിനെ കണ്ടു? 3 കാർബണിനെ കണ്ടു അല്ലേ. അപ്പം 3 കാർബൺ ഉള്ളത് പ്രൊപ്പ്. അപ്പം മെയിൻ ചെയിൻ്റെ പേരെന്താണ്? പ്രൊപ്പ്. അതിൻ്റെ കൂടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ചേർക്കേണ്ട വാക്ക് ANE. പേരെന്താണ്? ഫ്ലൂറോ പ്രൊപ്പൈൻ. ഇനി എന്ത് വേണം? ഈ ഫ്ലൂറിൻ എവിടെ വന്നു എന്ന് പറയണം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാൽ ഫ്ലൂറിൻ എവിടെയാ വന്നേക്കണേ? ഫ്ലൂറിൻ 1 വന്നു. ഇനി തിരിച്ച് നമ്പർ ഇട്ട് നോക്കിയാലോ. തിരിച്ച് നമ്പർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ ഫ്ലൂറിൻ എവിടെയാ വന്നത്? 3. ഏതെടുക്കും? 1 എടുക്കോ 3 എടുക്കോ? ഏതാ ചെറുത്? 1 എടുക്കും അല്ലേ. 1 ഫ്ലൂറിനാണ് 1 വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫ്ലൂറിൻ്റെ ഫ്രണ്ടിൽ 1 കൊടുത്തു. ലെറ്റർ നമ്പർ ഹൈഫൺ വേണം. അപ്പം എന്ത് വന്നു? 1 ഫ്ലൂറോ പ്രൊപ്പൈൻ. അല്ല, ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഈ കോമ്പൗണ്ടും അതുപോലെയല്ലേ. ഇവിടെ കണ്ടോ? ആരെ കണ്ടു? ഫ്ലൂറിനെ കണ്ടു. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫ്ലൂറിന് ഒഴികെയുള്ള ബാക്കി എല്ലാ പേരെയും പിടിച്ച് എന്ത് ചെയ്തു? ബോക്സിൻ്റെ അകത്തിട്ടു. ബോക്സ് എന്ത് ചെയ്തു? പൂട്ടി വെച്ചു അല്ലേ. പൂട്ടി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആരെ മാത്രം കണ്ടു? ഫ്ലൂറിനെ മാത്രം കണ്ടു. അപ്പം നമ്മൾ പറയും എന്താ? ഫ്ലൂറിനെ കണ്ടു. എന്നിട്ട് പതുക്കെ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ എന്ത് കണ്ടു? വലിയൊരു ചെയിൻ കണ്ടു. അപ്പം ആദ്യം നമ്മൾ ആരെയാ കണ്ടത്? ബോക്സിൻ്റെ വെളിയിൽ ആരെ കണ്ടു? ഫ്ലൂറോനെ കണ്ടു. ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഒരു ചെയിൻ കണ്ടു. എത്ര കാർബൺ? 3 വരുമ്പോൾ പേരെന്താണ്? പ്രൊപ്പ്. എന്ത് ബോണ്ട്? സിംഗിൾ ബോണ്ട്. അപ്പം എന്താണ്? ANE. ഇനി പൊസിഷൻ പറയൂല്ലേ. നമ്പർ കൊടുത്തു നോക്കും. നമ്പർ കൊടുത്തപ്പോൾ 1, 2, 3. ഈ ഡയറക്ഷനിൽ എവിടെയാ? 2ലാണ്. ഓക്കെ. തിരിച്ച് ഈ ഡയറക്ഷനിൽ ഇട്ടാലും 1, 2, 3. അപ്പോഴും എത്രയാ? 2ലാണ്. അപ്പം നമ്മൾ പറയും ഫ്ലൂറിൻ എവിടെയാ കിടക്കണേ? 2ലാണ് കിടക്കുന്നേ. ഫ്ലൂറിൻ്റെ തൊട്ട് മുന്നേ കൊടുത്തു. ലെറ്റർ നമ്പർ എന്ത് വേണം? ഹൈഫൺ വേണം. അതുപോലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും വേണം. അപ്പം എന്താണ് പേര്? 2 ഫ്ലൂറോ പ്രൊപ്പൈൻ. ഇവിടെ ഫ്ലൂറിൻ വന്നതുകൊണ്ടല്ലേ നമ്മൾ ഫ്ലൂറോ എന്നൊരു വാക്ക് കൊടുത്തേ. അപ്പോൾ ക്ലോറിൻ വരുമ്പോഴോ നമ്മൾ ഏത് പറയും? ക്ലോറോ എന്ന് പറയും. ബ്രോമിൻ വരുമ്പോഴോ ബ്രോമോ എന്ന് പറയും. അയഡിൻ വരുമ്പോഴോ അയഡോ എന്ന് പറയും. ഓക്കെ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു ഫ്ലൂറിൻ വരുമ്പോൾ ഫ്ലൂറോ എന്നും, ബ്രോമിൻ വരുമ്പോൾ ബ്രോമോ എന്നും, അയഡിൻ വരുമ്പോൾ അയഡോ എന്നും, ദെൻ ക്ലോറിൻ വരുമ്പോൾ ക്ലോറോ എന്നുമാണ് പറയേണ്ടത്. ഇത് ഏതുപോലെ തന്നെയാണ് ബ്രാഞ്ചിന് നമ്മൾ എങ്ങനെയാണോ പേര് കൊടുത്തത് അതുപോലെ തന്നെയാണ് പേര് കൊടുക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.